നമ്മളിപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മരണമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ എനിക്ക് പണ്ട് കഫേ കോഫിയുടെ അതിൻ്റെ ഓണർ അദ്ദേഹത്തിൻ്റെയാണ്. അദ്ദേഹവും ഇതുപോലെ മാനസികാവസ്ഥയിൽ ചാടി മരിക്കുകയായിരുന്നു. പക്ഷേ ഡോക്ടർ റോയുടെ മരണത്തിൽ എനിക്ക് വന്ന കുറച്ച് കമൻസ് ഞാൻ പറയാം. സാബു എൻ ജേക്കബ്, കിറ്റെക്സിൻ്റെ സ്ഥാപകൻ, സ്വന്തമായിട്ടൊരു പാർട്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു 2020 എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹം ഇന്ത്യയിലുള്ള പാർട്ടിക്കാരെ മൊത്തം കുറ്റം പറഞ്ഞ്, ഇടതും വലതും BJPയും എല്ലാവരും കുറ്റം പറഞ്ഞ് അദ്ദേഹം ഞാൻ സ്വയം ഒരു പാർട്ടിയാണെന്ന് പറഞ്ഞ് 2020 എന്ന പാർട്ടി രൂപീകരിക്കുകയും പെട്ട് നിലയിൽ പൊട്ടി. അപ്പോൾ അദ്ദേഹത്തിന് ഈട് റെയ്ഡ് വന്നപ്പോൾ അദ്ദേഹം എന്താണ് ചെയ്തത്? നേരെ പോയി BJPയിൽ പോയി ചേർന്നു. എല്ലാം സ്റ്റോപ്പാക്കി. പിന്നെ റെയ്ഡുമില്ല, ഒരു പ്രശ്നവുമില്ല. അതായത് അപ്പോൾ ഏതെങ്കിലും ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ, കേന്ദ്രത്തിൽ ഭരിക്കുന്ന ഒരു പാർട്ടിക്ക് സപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ സേഫായി. എന്ത് മര്യാദ കെട്ട സംഭവമാണ് ഇവിടെ നടക്കുന്നത്? എന്തുകൊണ്ട് കിറ്റെക്സിന്റെ സ്ഥാപകത്തിന്റെ വീട്ടിൽ വീണ്ടും റെയ്ഡ് നടത്തുന്നില്ല? അദ്ദേഹം ഒരു പേടിത്തൊണ്ടനായതുകൊണ്ടും അദ്ദേഹത്തിന്റെ അഭിമാനം പോകുന്നത് കൊണ്ടും അദ്ദേഹം BJPയിൽ ചേർന്നു. അപ്പോൾ കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ സ്ഥാപകൻ BJPയിൽ ചേരാത്തത് കൊണ്ടാണോ അദ്ദേഹത്തിന് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് റെയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അദ്ദേഹത്തിന്റെ മരണത്തിന് ഇപ്പോൾ ആരാണ് ഉത്തരവാദി? അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ, അദ്ദേഹം വെടിയേറ്റ് കഴിഞ്ഞപ്പോൾ ആശുപത്രിയിൽ കൊണ്ടുപോകുന്ന ആ സമയത്തും അവിടെ റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹം മരിച്ചു എന്നറിഞ്ഞിട്ടും ഏകദേശം 1.5 മണിക്കൂറോളം അദ്ദേഹത്തിന്റെ ഓഫീസ് റെയ്ഡ് ചെയ്ത് സാധനങ്ങൾ കൊണ്ടുപോയെന്നാണ് അറിയാൻ സാധിച്ചത്. മനുഷ്യത്വം ഇല്ലാത്ത ചെറ്റകളാണവർ. ഒരാൾ മരിച്ചു കിടക്കുമ്പോഴും റെയ്ഡ് ചെയ്യണമെന്ന് അവർക്ക് തോന്നുമെങ്കിൽ അവരുടെ മനസ്സ് എത്രമാത്രം ദുഷ്ടതരമായിട്ടായിരിക്കും. അപ്പോൾ അവരെ ചോദിച്ച ചോദ്യങ്ങൾ എത്രമാത്രം ഒരു മനുഷ്യനെ തളർത്തുന്ന ചോദ്യങ്ങളായിരിക്കാം. ഒരു മനുഷ്യന്റെ മരണമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അപ്പോഴും റെയ്ഡ് ചെയ്ത് സാധനങ്ങൾ കൊണ്ടുപോകാനുള്ള അവരുടെ ഒരു തന്ത്രപ്പാട് നമ്മളത് ചിന്തിക്കേണ്ടതാണ്.